കണ്ട പോണുണ്ട്. ഇവനൊക്കെ ഇന്നലെ ഇവിടെ എസ് അടിച്ചിട്ടൊക്കെയാണ് പോയത്. ഡൽഹിയിൽ ഇത്രയും നല്ലൊരു ഹെയർ കട്ടിങ് ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ണടച്ച ഒരു സാമാനം വരെ അടിച്ചിട്ട് പോകും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ ഉള്ളത്. ഒരുത്തനൊക്കെ റൂമിൽ എൻ്റെ അടുത്ത് 5000 രൂപയൊക്കെ ചോദിച്ചു ഒരു ദിവസം. എന്തോന്ന് രുചി അത് എനിക്കൊന്നും മനസ്സിലാവണില്ല. രുചിയുണ്ടോ? രുചിയുണ്ട്. രുചിയില്ല? രുചിയില്ല. ഒരു 10-15 പേര് വന്ന് എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കണം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കർച്ചീഫിന് 20 രൂപ, കയ്യിൽ പൈസ ഇല്ല ജീപ്പേ ആണെങ്കിൽ കർച്ചീഫിന് 50 രൂപ. സ്പാനിഷ്. അപ്പോൾ ഹായ് ഗായ്സ്, മണിയിപ്പോൾ 9:30 ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഉറക്കമൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഡോർമെട്രി എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ശോകമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല കുഴപ്പമില്ലാത്ത നല്ല ക്ലീനും വൃത്തിയും നല്ല ഡോർമെട്രി ആയിരുന്നു. ഇവിടെ മൺകപ്പിലൊക്കെയാണ് ചായ കൊടുക്കുന്നത്. അല്ല, ഇതിലെ കപ്പിൽ തന്നെ. രാവിലെ ഇവിടെ ഭയങ്കര ശാന്തമാണ് കേട്ടോ, രാത്രി പോലെയല്ല. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ഒരു അന്തരീക്ഷം. ഇന്നലെ രാത്രിയായിരുന്നെങ്കിൽ ഇവിടെ ഹോണടിയും ബഹളവും തിരക്കും തിരക്കും എല്ലായിരുന്നു. എന്താ കണ്ട പോണുണ്ട്. ഇവനൊക്കെ ഇന്നലെ ഇവിടെ എസ് അടിച്ചിട്ടൊക്കെയാണ് പോയത്. ഏതെങ്കിലും ഒരു സലൂണിൽ കയറിയിട്ട് ഒന്ന് മുടിയും താടിയും ഒന്ന് ഷെയ്പ്പ് വേണം. അങ്ങനെ ഞാനിവിടെ ഒന്ന് മുടിയൊന്ന് വെട്ടിയിട്ട് ഒന്ന് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബാർബർ ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട്. പീസ്. വർണ്ണവയ്ക്ക് രാവിലെ കുറേ ഫോറിനേഴ്സിനൊക്കെ കണ്ട്. റഷ്യ, ഉക്രൈൻ, ജർമ്മനി എന്നൊക്കെ പറഞ്ഞ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. രാവിലെയാണ് ഇവരൊക്കെ പുറത്തിറങ്ങണത്. രാത്രി പേടിയാണ് കേട്ടോ പുറത്തിറങ്ങാനായിട്ട്. ഗൈസ്, അങ്ങനെ മുടിവെട്ടി ഇറങ്ങി. ഇത്രയ്ക്കും ഒരു ഡൽഹിയിൽ ഇത്രയും നല്ലൊരു ഹെയർ കട്ടിങ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി നേരെ പോയിട്ട് റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചെക്കൗട്ട് ചെയ്ത്. പക്ഷേ ബാഗ് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. വെയിറ്റ് ആയതുകൊണ്ട് ബാഗ് ഞാൻ എടുത്തില്ല. ബാഗ് അവിടെ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ ഇനി നേരെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വൈകിട്ടോ രാത്രിയോ വന്നിട്ട് ബാഗ് എടുത്തിട്ട് നേരെ ട്രെയിൻ കയറി രാജസ്ഥാനിലോട്ട് പോകാം. അതാണ് എൻ്റെ പ്ലാൻ. ഇവിടെ ഭയങ്കര കള്ളന്മാരാണ് കേട്ടോ. കുറേ പേരുടെ ഫോണൊക്കെ അടിച്ചു പോയി. ഞാനിപ്പോൾ അവിടെ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ സൈബർ സെല്ലിന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫുൾ പ്രശ്നങ്ങളാണ്. നമ്മളൊന്ന് കണ്ണടച്ച ഒരു സാമാനം വരെ അടിച്ചിട്ട് പോകും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ ഉള്ളത്. ഞാനാണെങ്കിൽ നമ്മുടെ ChatGPT അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ച് ഒരു റോഡ് മാപ്പ് തരാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരി തന്നത് ആദ്യം രാജീവ് ചൗക്ക് എന്ന സ്ഥലത്ത് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ മെട്രോ കയറി നേരെ നമുക്ക് രാജീവ് ചൗക്കിലോട്ടൊന്ന് പോകാം. ഇവിടെ മെട്രോയിൽ നമുക്ക് 1 ഡേ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 200 രൂപ എന്തുവാണ്. അപ്പോൾ 1 ഡേ ടിക്കറ്റ് 200 രൂപ കൊടുത്തെടുത്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് മെട്രോ യൂസ് ചെയ്യാം. ഗൈസ്, ഇവിടെയാണ് ഞാൻ ഇന്നലെ രാത്രി വന്ന് ഇറങ്ങിയത്. ഇത് ബാക്ക് സൈഡാണ്, ന്യൂഡൽഹിയിലെ ബാക്ക് സൈഡാണ്. ഇവിടെയാണ് ഞാൻ ഇന്നലെ രാത്രി വന്ന് ഇറങ്ങിയത്. മാങ്ങാത്തൊല്ലി. ഇവിടെ ആളെനൊക്കെ ഒന്നും ഇല്ലായിരുന്നു. അവസാനമാണ് അറിയണത് ഇത് ബാക്ക് സൈഡാണെന്ന്. പിന്നെ ഒരാൾ വിളിച്ചിട്ട് പോയിട്ടാണ് ഫ്രണ്ടിൽ പോയത്. ഗൈസ്, അങ്ങനെ മെട്രോ സ്റ്റേഷൻ എത്തി. ഇനി ഇവിടെ നിന്ന് 1 ഡേ മെട്രോ കാർഡ് എടുക്കണം. അതിനി എവിടെ പോയി കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്. കാർഡ് കിട്ടി. 200 രൂപയാണ് കാർഡ്. ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ ഈ കാർഡ് ഉപയോഗിച്ച് ഇന്ന് മൊത്തത്തിൽ ഫ്രീ എൻട്രി എടുക്കാൻ പറ്റും. ഇതാണ് കാർഡ്, 1 ഡേ കാർഡ്. രാജീവ് ചൗക്കിലെത്തി. തൊട്ടടുത്തുള്ള സ്റ്റേഷനായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് എത്തി. ഇവിടെ രാജീവ് ചൗക്കിൽ കാണാനുള്ളത് ജന്തർ മന്ദിറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ജന്തർ മന്ദിർ കാണാനായിട്ട്. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ന്യൂഡൽഹിയിലാണ് ഇത്രയും പ്രശ്നം പറഞ്ഞത്. ഇവിടെ കണ്ട അത്ര വലിയ സൗണ്ടൊന്നുമില്ല, തിരക്കൊന്നുമില്ല. ന്യൂഡൽഹി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ആളുകൾ ഇത് എത്രയോ ഭേദം. പയ്യൻ നോക്കിയിട്ടൊക്കെ പോണു. ഗൈസ്, ജന്തർ മന്ദറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്. ഇവിടെ ഇന്ത്യയുടെ കൊടിയൊക്കെ പറക്കുന്നുണ്ട്. ഗൈസ്, ഞാനിവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ 2 തമിഴ് ആളുകളൊക്കെ ഉണ്ട്. അവർ മണാലിക്ക് പോയിട്ട് വന്നിരിക്കുകയാണ്. ഇവരാണവർ. അവർ വെല്ലൂരിൽ നിന്ന് വന്നതാണ്. IT-കാരാണ്. പെർഫ്യൂം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 1400 രൂപയ്ക്ക് കേട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാർ. ഇവിടെ വന്നപ്പം പാലിക ബസാർ എന്നും പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരും. എന്താണ് പാലിക ബസാർ? ഇതാണ് പാലിക ബസാർ. എല്ലാം
ബ്രാൻഡഡ് സൈനാണ് സ്പൈ ക്യാമറ അവൈലബിൾ ഹിയർ. സ്പൈ ക്യാമറ അവൈലബിൾ ഹിയർ. ഗൈസ്, ഞാനവിടെ പെട്ടുപോയി. അവിടെ മൊത്തത്തിൽ എവിടെയാണ് എക്സിറ്റ് എന്ന് അറിഞ്ഞുകൂടാ. അവസാനം കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി. നല്ല വില കുറവുണ്ട്, പക്ഷേ പർച്ചേസിങ് ചെയ്താൽ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളിൽ പോകേണ്ട പൈസ നമ്മളെ കയ്യിലില്ല. ഡൽഹിക്ക് വന്നാൽ നല്ല രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത്, ഞാൻ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. നമ്മൾ സ്ഥലങ്ങൾ കാണുക, വെറൈറ്റി ഫുഡ് അടിക്കുക, സ്ഥലങ്ങൾ കാണുക, വെറൈറ്റി ഫുഡ് അടിക്കുക, പിന്നെ സ്ഥലങ്ങൾ കാണുക, പിന്നെയും വെറൈറ്റി ഫുഡ് അടിക്കുക. നമുക്ക് ആകപ്പാടെ ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് വേണം. വെറുതെ ഭൂമിയിൽ വന്ന് കുറച്ച് പൈസ സമ്പാദിച്ചിട്ട് ആ പൈസ ഒന്നും ചിലവാക്കാതെ ലാസ്റ്റ് ഭൂമി വിട്ടു പോകുന്നു. നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ചാർലിയിൽ ദുൽഖർ സൽമാൻ പറയും പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ കാണാതെ വെറുതെ വന്ന് ഒരു സ്ഥലത്ത് കടന്നിട്ട് നമ്മൾ പോകണത് ശരിയാണോ? എൻ്റെ മൈൻഡ് സെറ്റ് അതാണ്. പറത്തി വിട്ടല്ലോ നമ്മൾ മറ്റേ പറവയിൽ കൈയടിച്ച് പറത്തും പോലെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്, അപ്പം നിങ്ങളെല്ലാവരും യാത്ര ചെയ്യുക. എനിക്ക് ഈ യാത്ര ഇത് തിരിച്ച് ഇറങ്ങിയതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ ഇതുവരെയായിട്ടും. എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു സോളോ ട്രിപ്പ്, നല്ലൊരു ലോങ് സോളോ ട്രിപ്പ് പോകണമെന്ന്. എനിക്ക് കാശ്മീർ, ലഡാക്കിലൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, ബൈക്ക് റൈഡൊക്കെ ചെയ്തിട്ട് പോകാനായിട്ട്. പക്ഷേ അതിനുള്ളൊരു സംഭവം നമുക്ക് കിട്ടിയില്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, ആ കെണ്ടേരെ പേര് ആകാശ് എന്നാണ്, ഞാനും അവനുമായിട്ട് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം 3-4 മാസം പ്ലാൻ ചെയ്ത് കാശ്മീരിലോട്ട് പോകാൻ. പക്ഷേ ഈ പ്ലാനിങ് അല്ലാതെ വേറെ ഒന്നും തന്നെ നടന്നില്ല. പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് എൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് യാത്ര ചെയ്യുക, അങ്ങനത്തെ. നമ്മൾ രണ്ടുപേരും ഒരു സെയിം മൈൻഡ് സെറ്റുള്ള രണ്ടുപേരാണ്. അപ്പം പക്ഷേ സംഭവം പ്ലാൻ ചെയ്ത് നമ്മൾ ഒന്നും നടന്നില്ല. ഗൈസ്, ഇതാണ് രാജീവ് എന്ത് മന്ദിരായിരുന്നു, ഞാനും മറന്നുപോയി. ഇതാണ് ജാന്തർ മന്ദിർ. കൊള്ളാം. ഇത് എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇതാണ് ജാൻത മന്ദിർ. കാണാൻ നല്ല രസമുണ്ട് ജാൻത മന്ദിർ. അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് എൻ്റെ അളിയ എത്ര നേരം നിന്നെന്നറിയാമോ? ഒരു 20 രൂപയുടെ ടിക്കറ്റ് എടുക്കാനായിട്ട്. അവിടെ കാർഡ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ ഫോണിലാണ് പൈസ. അവിടെ വേറൊരു സ്കാൻ ചെയ്ത് അത് വന്ന്, അത് പിന്നെ അതിൽ നിന്ന് ഈ GPayയിലോട്ട് പോയി. എൻ്റെ പൊന്നോ, കുറേ നേരം എടുത്ത്. ഞാൻ ഒന്ന് ഇരുന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ്. പണ്ട് മുതലെന്ന് പറയുമ്പം ഏകദേശം ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു സോളോ ട്രിപ്പ്, ഒരു ലോങ് സോളോ ട്രിപ്പ് പോകണമെന്നുള്ളത്. കന്യാകുമാരി ടു കാശ്മീർ, ലേ ലഡാക്കിലൊക്കെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. പിന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ആകാശ്, നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ വർഷമാണെന്ന് അറിഞ്ഞുകൂടാ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളൊരു ഒക്ടോബർ മുതൽ പ്ലാൻ ചെയ്തതായിരുന്നു മാർച്ചിൽ പോകാനായിട്ട്. ഒരു 4-5 മാസം നമ്മൾ പ്ലാൻ ചെയ്ത്, പക്ഷേ അത് നടന്നില്ല. പിന്നെ ഇപ്പം പെട്ടെന്ന്, ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങോട്ട് വരുമെന്ന്. പെട്ടെന്നൊരു ദിവസം കുറച്ച് പൈസ കയ്യിൽ കിട്ടി. ഇനി ഞാനാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങി തിരിച്ചില്ല എങ്കിൽ എപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാഗും പാക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് തിരിച്ച്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. വീട്ടിൽ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ 1 മാസത്തെ കോഴ്സിന് പോകണമെന്നും പറഞ്ഞിട്ട് ഞാനാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് നേരെ ചെന്നൈയിൽ പോയിട്ട് അവിടെ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ എഗ്മോറിൽ നിന്ന് നേരെ തിരിച്ച് നിസാമുദ്ദീനിൽ ഇന്നലെ രാത്രി എത്തി. അവിടെ നിന്ന് നിസാമുദ്ദീനിൽ നിന്ന് മെട്രോ കയറി നേരെ ന്യൂഡൽഹിയിൽ ഇറങ്ങിയിട്ട് നേരെ ഫ്രണ്ടിൽ പോകണ്ട, ഞാൻ നേരെ ബാക്കിലാണ് പോയത്. ന്യൂഡൽഹി ബാക്കിൽ. അവിടെ ആണെങ്കിൽ ഈച്ച അനക്കം പോലും, ആളനക്കം ഒന്നുമില്ല, കടകളില്ല, ഒന്നുമില്ല, കൂരിരുട്ട്. പിന്നെയാണ് ഞാൻ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടെ ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, മൊത്തം ഹിന്ദിക്കാരന്മാരായിരുന്നു. ഒരുത്തനൊക്കെ റൂമിൽ എൻ്റെ അടുത്ത് 5000 രൂപയൊക്കെ ചോദിച്ചു ഒരു ദിവസം. എൻ്റെ കയ്യിൽ ആകപ്പാടെ നോർത്ത് ഇന്ത്യ ഫുൾ ട്രിപ്പിന് വേണ്ടി ഞാൻ 1 മാസം കൊണ്ടുവന്ന 4000 രൂപ. അപ്പോൾ ഒരു ദിവസത്തേക്ക് എൻ്റെ അടുത്ത് 5000 രൂപ ചോദിച്ചിരിക്കുന്നു. അച്ചിപ്പട്ടി.
പിന്നെ നടന്നു പോയപ്പോൾ ഒരു തമിഴനെ കിട്ടി. തമിഴൻ പറഞ്ഞ് അവിടെ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോവുകയാണെങ്കിൽ അവിടെ തിരുനെൽവേലിയിലുള്ള പിള്ളേരൊക്കെ അവിടെ റൂം എടുത്തിട്ടുണ്ട്, അപ്പം അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റൂം കിട്ടുമെന്ന് പറഞ്ഞ് പിന്നെ അവിടെ പോയി റൂം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1500 രൂപയാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് റൂം വേണ്ട, ഡോർമെട്രി മതിയെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പുള്ളിക്കാരൻ എനിക്ക് ഡോർമെട്രി കണ്ടുപിടിച്ച് തന്നത്. ഇപ്പോൾ കിടന്ന് ഉറങ്ങി, രാവിലെ എണീറ്റു, ഒന്ന് ഫ്രഷായി കുളിച്ചു, നേരെ മെട്രോയിൽ പോയി, നേരെ ആദ്യത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ രാജീവ് ചൗക്കിൽ വന്നിട്ട് നേരെ ജന്തർ മന്ദറിൽ ഇതിപ്പോൾ കാണാൻ വേണ്ടി എത്തി. ഇതാണ് ഇതുവരെയുള്ള എൻ്റെ കഥ. ഇനി നമ്മൾ എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പം ഇനി ഇവിടെ നിന്ന് നേരെ ഡൽഹിയൊക്കെ ചുറ്റി കറങ്ങി നേരെ ആഗ്രയിൽ പോയിട്ട് അവിടെ താജ്മഹൽ കണ്ടിട്ട് നേരെ അവിടെ നിന്ന് രാജസ്ഥാനിൽ പോവുക. രാജസ്ഥാനിൽ പോയിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഹിമാചലിൽ പോവും, ലഡാക്കിൽ പോവും. അത് എനിക്ക് ഉറപ്പില്ല പോവോ ഇല്ലയോ എന്ന്, എന്തായാലും ഞാൻ ശ്രമിക്കും. എന്നിട്ട് ഹിമാചലിൽ നിന്ന് നേരെ ഉത്തർപ്രദേശ് വാരണാസി പോകണം. വാരണാസി പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഹിമാചലിൽ പോയില്ലെങ്കിലും രാജസ്ഥാനിൽ നിന്ന് നേരെ ഞാൻ ഇവിടെ ഉത്തർപ്രദേശിൽ വാരണാസി പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് നേരെ ഗോവയിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ ആകാശിനെ വിളിച്ചിട്ട് വർക്കല പോയിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് അവിടെ നിന്ന് വീട്ടിൽ പോകുന്നു. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഇത് എത്രത്തോളം കറക്റ്റാകും എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ബാക്കി നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ ബാക്കി പോണ വഴിക്കൊക്കെ കാണാം. ഞാൻ ഇവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. വേറൊരു പ്രശ്നമുണ്ട്. സംഭവം 5 മണി വരെ താജ്മഹാളുള്ളൂ. അപ്പോൾ ഇന്ന് താജ്മഹാലിൽ നമുക്ക് പോകാൻ പറ്റൂല. ഇന്നിവിടെ നിന്ന് ആഗ്രയിൽ പോയിട്ട് ആഗ്രയിൽ നമുക്ക് റൂം എടുക്കേണ്ടി വരും ഇന്നൊരു ദിവസം കൂടെ. വിശക്കാണ്. മണി 2 മണിയായി. രാവിലെ എണീറ്റിട്ട് സമയം പോണത് അറിയണല്ലോ കേട്ടോ. രാവിലെ 9 മണിക്ക് എണീറ്റിട്ട് ഇറങ്ങിയതായിരുന്നു ഒരു ചായയും കുടിച്ചിട്ട്. മണി 2:30 എന്തെങ്കിലും കട്ടിക്ക് കഴിക്കുക, അതാകുമ്പോൾ പിന്നെ കഴിക്കണ്ട. പൊറോട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ ചാന്ദിനി ചൗക്കിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് റെഡ് ഫോർട്ട് കാണാൻ വേണ്ടി 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ നടക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഏതോ ഒരു ഒമേക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഹോട്ടൽ, നല്ല വമ്പിച്ച ലക്ഷറിയസ് ആയിട്ടുള്ള ആളുകൾക്ക്, പൈസ ഉള്ളവർക്ക് ഇവിടെയൊക്കെ വന്ന് റൂം എടുത്ത് താമസിക്കാവുന്നതാണ്. നമ്മളെപ്പോലെ ഉള്ളവർ ഡോർമെട്രിയിൽ 300 രൂപയ്ക്ക് താമസിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഫുള്ളും ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ. ഫുഡ് സ്ട്രീറ്റ് നമുക്ക് സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്. എനിക്ക് നല്ല വിശപ്പും ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഞാനങ്ങനെ ഒരു ചോല ഭട്ടൂര ഒരു ചോല ഭട്ടൂര ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ചോള ഭട്ടൂരി കൊള്ളാം. നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ തന്നെ പൂരി അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോഴത്തെ ഒരു വെറൈറ്റി ഒരു സാധനം. ഒരു പച്ച കളറിലൊരു സാധനം ഇരിക്കുന്നുണ്ട്, എന്തിനാണെന്ന് അറിഞ്ഞു. അപ്പം ഏക്കാണ് ചട്നി, മറ്റേ കാന്താരി ചട്നി പോലത്തെ ഒരു സംഭവമാണത്. ഒരു ലസ്സിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുടിക്കാനായിട്ട്. ലസ്സി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മളെ ലസ്സി എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ലസ്സി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും കൂടെ നോക്കട്ടെ. ലസ്സി പോരാ, ഇത് ഞാൻ കുടിക്കൂലെന്നാണ് തോന്നുന്നത്. കയറി ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും. ഇത് വേണ്ട, 80 രൂപ പോകണമെങ്കിൽ പോട്ട് പുല്ല്. കൊള്ളൂല, വേണ്ട. എന്തോന്ന് രുചി അത്, എനിക്കൊന്നും മനസ്സിലാവണില്ല. രുചിയുണ്ടോ? രുചിയുണ്ട്. രുചിയില്ല. ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഛർദ്ദിക്കാൻ വരുന്നില്ല. അതാണ് ലസ്സി. എനിക്ക് അതേ പറയാനുള്ളൂ. എനിക്ക് ലസ്സിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ ഒരു തണുത്ത ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. 80 രൂപ പോട്ട് പുല്ല്. വെറുതെ എനിക്ക് ഇവിടെ വാള് വെച്ച് കിടക്കാൻ വയ്യ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ആ ചേച്ചിമാർ ചോള ഭട്ടൂര കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോള ഭട്ടൂര കൊള്ളാം. ചോള ഭട്ടൂര എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ലസ്സി അത്ര പോരാ. ഇവിടെ എല്ലാവരും ചോള ഭട്ടൂരയാണ് തിന്നണം. ചോള ഭട്ടൂരയാണ് ഇവിടെ ചാന്ദിനി ചൗക്കിൽ
ഫേമസ്. ചാന്ദിനി ചൗക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫേമസ് എന്ന് പറയുന്നത് ചോള ഭട്ടൂര. നമ്മളെ തിരുവനന്തപുരത്ത് ഫേമസ് എന്ന് പറയുന്നത് ബോളിയും പാൽപ്പായസവും പോലെ ഇവിടെ ചാന്ദിനി ചൗക്കിൽ ഫേമസ് എന്ന് പറയുന്നത് ഇതാണ്, ചോള ഭട്ടൂരയാണ്. ചാറ്റ് GPT പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ചാറ്റ് GPT ഉള്ളപ്പം വേറെ ഒരാളുടെയും തെണ്ടിയുടെയും ആവശ്യമില്ലല്ലോ. നമ്മൾ CID മുസയിൽ പറയും പോലെ എനിക്കിത് തള്ളാൻ വേറൊരു തെണ്ടിയുടെയും ആവശ്യമില്ല, അതുപോലെ എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേറൊരു തെണ്ടിയുടെയും ആവശ്യമില്ല. ഗൈസ്, ഇവിടെ ആർക്കും കർച്ചീഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാനാണെങ്കിൽ അവിടെ പോയിട്ട് കർച്ചീഫ് എന്ന് ചോദിച്ചപ്പം അവിടെ ഉള്ള ആളുകൾ എന്താണെന്ന് ചോദിക്കണം എൻ്റെ അടുത്ത് തിരിച്ച്. അപ്പം ഞാനാണെങ്കിൽ ബൈ ടവൽ. അപ്പോൾ അവർ ചോദിക്കണം എന്തിനാണ് കർച്ചീഫ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇത് ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ. ഫോട്ടോ ഞാനിവിടെ 3-4 പേരെടുത്ത് ചോദിച്ച് കർച്ചീഫ് 3-4 കടകളിൽ കയറി ചോദിച്ച്. അപ്പോൾ ഫോട്ടോ കാണിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു 10-15 പേര് വന്ന് എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കണം കർച്ചീഫ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കർച്ചീഫ് എടുത്ത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് മൂക്കുവാല എന്നൊക്കെ എന്തോ ഹിന്ദിയിൽ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല, എന്നെ കളിയാക്കണം അവർ. കർച്ചീഫിനെ പിന്നെ കർച്ചീഫ് എന്ന് പറയാതെ പിന്നെ എന്തിനെന്ന് പറയാൻ പറ്റും. കയ്യിൽ പൈസ ഇല്ല കാശ്, ഇനി ATM നിന്ന് കുറച്ച് പൈസ എടുക്കണം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കർച്ചീഫിന് 20 രൂപ, കയ്യിൽ പൈസ ഇല്ല GPay ആണെങ്കിൽ കർച്ചീഫിന് 50 രൂപ. അതാണ് ഇവിടുത്തെ നിയമം. നീണ്ട 1 കിലോമീറ്ററിൻ്റെ നടത്തത്തിന് ശേഷം നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് ആർക്കും പോകാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ എല്ലാവരും ഇവിടെ നിന്നിട്ടാണ്. ഫോട്ടോ എല്ലാം ക്ലോസ്ഡ്. മൺഡേ ക്ലോസ്ഡ്. ഓക്കെ. കേരള, South India. Hindi thoda. Jama Masjid open na, biggest mall in India. Chandni Chowk Bazaar Old Delhi. Bazaar, I am rickshaw driver cycling. Not tuk-tuk, not taxi, only cycling. Okay. Spice market 50 leta. 350. 1 hour. Okay. And guiding a driver in. Okay, bhai. Cheaper price, sir. Okay. How much the price, sir? I walk. No, walking knowledge, I have good knowledge, sir. I am working long time. Okay, I will walk. No problem. Okay, 300. नहीं है भाई. I will walk. How much the price? പുള്ളിക്കാരൻ ആദ്യം വന്നിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കണമെന്ന്. പിന്നെയല്ലേ മനസ്സിലായ ആള് മറ്റേ സൈക്കിളിൻ്റെ ഓണറാണെന്ന്. എന്നെ കൊണ്ട് കറക്കിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. 350 രൂപ കൊണ്ട് കൊടുത്താൽ കറക്കിക്കാന്ന്. എനിക്ക് 1 കിലോമീറ്റർ നടന്നു വരാക്കി പിന്നെ 200 മീറ്റർ നടക്കുക എന്ത് പാട്. സംഭവം അതല്ല. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മാത്രം ഇവിടെ ക്ലോസ്ഡ് ആണ്. ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഓപ്പണാണ്. മാങ്ങാത്തൊല്ലി കറക്റ്റ് തിങ്കളാഴ്ച തന്നെ ഞാൻ ഇവിടെ വരികയും ചെയ്തു. കുഴപ്പമില്ല. നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഇതാണ് ഓൾഡസ്റ്റ് ജെയിൻ മന്ദിർ. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ജെയിൻ മന്ദിറാണ്. ഇവിടെ ഫുള്ളും ഷൂവിൻ്റെ കളക്ഷൻസാണ് മൊത്തവും. എവിടെ തിരിഞ്ഞാലും ഷൂ, എവിടെ എടുത്താലും ഷൂ. മൊത്തത്തിൽ ഷൂവിൻ്റെ കളക്ഷനാണ്. അതാ അണ്ണന്മാരെല്ലാം 2 ഷൂ വെച്ച് കൈയടിക്കുമ്പോൾ അടിച്ചടിച്ച് വിളിക്കുന്നു. ഗൈസ്, ഞാനിവിടെ 2 പിള്ളേർ പെൺകൊച്ചിൻ്റെ അടുത്ത് ചുമ്മാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചേ. അത് 2 പേരും കടന്ന് ചിരിയോട് ചിരി. എന്തിന് ചിരിച്ചെന്ന് തമ്പുരാൻ തന്നെ അറിയാം. കുത്തമ്പിനാറി എത്ര മണിക്ക് അടയ്ക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഉടനെ 2 പേരും കടന്ന് ഒടുക്കത്തെ ചിരി. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഡു യു നോ ഇംഗ്ലീഷ് എന്ന് ചോദിക്കണേ. നീ അവരെ ഭാഗത്ത് എന്തെങ്കിലും കോമഡിയാണ്. ഈ സമയം ഇപ്പം 5:30 ഇപ്പം കുത്തബ്മിനാർ മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അവിടെ അങ്ങനെ ഫോട്ടോ കിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചോട്ടാ ബ്ലോഗറെ സ്റ്റാർട്ടിങ്. അവിടെ നിന്നൊരു 3-4 പേര് 5 പേരായിട്ട് നമ്മൾ 20 രൂപയ്ക്ക് ഷെയർ ഓട്ടോ ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്ന് കുത്തബ്മിനാറിലോട്ട് വന്ന് ഞാനിപ്പോൾ ഒരു ചായ കുടിച്ച്. ഒരാൾക്ക് 40 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പുറത്ത് വന്ന് ഇവിടെ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ചുമ്മാ നോക്കുകയാണ് അത്. ഗൈസ്, ഞാൻ ഇവിടെ നിന്നപ്പം ഇവിടെ 2 ഫോറിനേഴ്സ് വന്ന് നിൽപ്പുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. വ്ളോഗർ ഫ്രം കേരള. ഇംഗ്ലീഷ് നെയ്യേ? ഇംഗ്ലീഷ് നോട്ട്. വേറെ സ്പാനിഷ്. ഓക്കെ ഗൈസ്, ഞാനിവിടെ അവർ സ്പാനിഷ് ആയിരുന്നു കേട്ടോ. സ്പാനിഷ് ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. പിന്നെ ഒരു ഓസ്ട്രേലിയൻ പുള്ളി ഉണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന നീല ടീഷർട്ട് ഇട്ടിട്ട്. ഓസ്ട്രേലിയന്
പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിയാം, പക്ഷേ അവരെന്തോ ബിസി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോയില്ല. ഞാൻ നിങ്ങൾക്ക് കുത്തബ് മിനാർ കാണിച്ചു തരാം. ഇതാണ് കുത്തബ് മിനാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. രാത്രിയാണ് കുറച്ചും കൂടെ നല്ല രസമുള്ളത്. ഗൈസ്, എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി ഗൈസ്. അതുകൊണ്ട് ഇന്ത്യ ഗേറ്റിൽ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇന്ത്യ ഗേറ്റിൽ പോയി. ഇന്ത്യ ഗേറ്റിൽ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് നേരെ തിരിച്ച് ന്യൂഡൽഹി വന്ന് അവിടെ നിന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. എനിക്കിവിടെ വന്നപ്പം ഒരു 2 മലയാളി പയ്യന്മാരെ പരിചയപ്പെടാൻ പറ്റി. പഞ്ചാബിൽ ജർമ്മൻ എക്സാം എഴുതാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി വന്നത്. എന്നിട്ട് അവർ നേരെ കാശ്മീരിൽ പോയിട്ട് ഇവിടെ വന്ന് അവരും ആഗ്രയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളെവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ആഗ്രയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവരും ആഗ്രയിലാണ് പോകണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരുമിച്ച് പോകാമെന്ന്. അവർ സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. ഞാൻ പിന്നെ ഫുഡ് കഴിച്ചില്ല, അതുകൊണ്ട് കഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത്.